ഇംഗ്ലീഷ് പഠിക്കുന്നവർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ലെസണാണ് ഇന്നത്തേത്. വാസ് ആൻഡ് വേർ, അതിൻ്റെ ഉപയോഗം. ഇത് ഒരു ബേസിക് ഗ്രാമർ ലെസണാണ്. എന്താണ് വാസ് ആൻഡ് വേർ? ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ നോക്കാൻ പോകുന്നത്. ടു ബി എന്നതിൻ്റെ പാസ്റ്റ് ഫോം ആണ് വാസ് ആൻഡ് വേർ. അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഉപയോഗത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് ഡിഫറൻ്റ് ആണ്. മാത്രമല്ല അതിൻ്റെ സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്. കൂടുതലും വാസ് ആൻഡ് വേർ കാണുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ടു ബി ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലേറ്റ് ആവുക, വൈകുക എന്നല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ ലേറ്റ് ആയിരുന്നു, പാസ്റ്റ് ടെൻസ് അല്ലേ. ഇന്നലെ ഞാൻ ലേറ്റ് ആയിരുന്നു, യെസ്റ്റർഡേ ഐ വാസ് ലേറ്റ്. ഇന്നലെ നിങ്ങൾ ലേറ്റ് ആയിരുന്നു, യെസ്റ്റർഡേ യു വേർ ലേറ്റ്. ഇന്നലെ അവൾ ലേറ്റ് ആയിരുന്നു, യെസ്റ്റർഡേ ഷീ വാസ് ലേറ്റ്. ഇന്നലെ അവൻ ലേറ്റ് ആയിരുന്നു, യെസ്റ്റർഡേ ഹി വാസ് ലേറ്റ്. ഇന്നലെ അവർ ലേറ്റ് ആയിരുന്നു, യെസ്റ്റർഡേ ദേ വേർ ലേറ്റ്. നോക്കൂ, ഐ അതുപോലെ തന്നെ ഹി ഷീ ഒക്കെ വന്നപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് വാസ് എന്നാണ്. അതേസമയം യു ഉപയോഗിച്ചപ്പോൾ വേർ എന്നാണ് ഉപയോഗിച്ചത്. ദേ ഉപയോഗിച്ചപ്പോൾ വേർ ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഐ, പിന്നെ ഹി ഷീ ഇറ്റ്, അതുപോലെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്ട്സുകളൊക്കെ, ഫോർ എക്സാമ്പിൾ രാം, റീന, മൈ ഫ്രണ്ട്, മൈ കസിൻ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റുകളാണതൊക്കെ. അവിടെയൊക്കെ നമുക്ക് വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. സബ്ജക്റ്റ് അനുസരിച്ച് വാസ് ആൻഡ് വേർ മാറി മാറി ഉപയോഗിക്കാം. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് ഉപയോഗിക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാനത് ചെയ്യുകയായിരുന്നു, ഇന്നലെ ഞാൻ വായിക്കുകയായിരുന്നു, ഇന്നലെ ഞാൻ ടി വി വാച്ച് ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയില്ലേ, അവിടെയാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെയും വാസ് ആൻഡ് വേർ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് തന്നെയാണ് വാസ് ആൻഡ് വേർ ഉപയോഗിക്കേണ്ടത്. അവിടെയും ഐ, ഹി, ഷീ, അതുപോലെ ഇറ്റ്, പിന്നെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം. അതല്ല യു, വി, ദേ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വേർ ഉപയോഗിക്കുക. പക്ഷേ സെൻറ്റൻസിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അനുസരിച്ച് വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ING ഫോമാണ്. അത് ശ്രദ്ധിക്കുക. പക്ഷേ റൂൾ സെയിം തന്നെ. സബ്ജക്റ്റ് അനുസരിച്ച് വാസ് എവിടെ ഉപയോഗിക്കണം, വേർ എന്ന് ഉപയോഗിക്കണം എന്ന് ഓർത്തിരിക്കുക. യെസ്റ്റർഡേ ഐ വാസ് ഡൂയിങ് മൈ ഹോംവർക്ക്. ഇന്നലെ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു, ഐ വാസ്. യെസ്റ്റർഡേ യു വേർ ഡൂയിങ് യുവർ ഹോംവർക്ക്, യു വേർ ഡൂയിങ്. നോക്കുക, ING ഫോമാണ് ഉപയോഗിച്ചത്. യെസ്റ്റർഡേ വി വേർ വാച്ചിങ് TV. വി കഴിഞ്ഞിട്ട് വേർ ഉപയോഗിച്ചു, വി വേർ വാച്ചിങ്. വാച്ച് എന്നതിൻ്റെ കൂടെ ING ചേർത്തു. യെസ്റ്റർഡേ ദേ വേർ റീഡിങ് ദ ബുക്ക്. ഇന്നലെ അവർ ബുക്ക് റീഡ് ചെയ്യുകയായിരുന്നു, ദേ വേർ റീഡിങ്. ഇനി നമുക്ക് ഈ വാസ് ആൻഡ് വേർ പാസീവ് വോയിസിൽ ഉപയോഗിക്കാം. പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് സബ്ജക്റ്റിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെ ചെയ്യുന്ന ആക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെൻറ്റൻസുകൾക്കാണ് നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസിൽ വാസ് ആൻഡ് വേറിൻ്റെ ഉപയോഗമുണ്ട്. പാസ്റ്റ് ടെൻസിലുള്ള പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ് വാസ് ആൻഡ് വേർ ഉപയോഗിക്കുന്നത്. ഇവിടെയും റൂളിന് വ്യത്യാസമൊന്നുമില്ല. കുറച്ച് സബ്ജക്ട്സ് പറഞ്ഞില്ലേ, വാസ് എവിടെ ഉപയോഗിക്കണം, വേർ എവിടെ ഉപയോഗിക്കണമെന്ന്, അതുപോലെ തന്നെ ആ റൂള് തന്നെ. ഒരു എക്സാമ്പിൾ, ദ പ്രസൻറ്റ് സർപ്രൈസ്ഡ് മീ. പ്രസൻറ്റ് മീൻസ് ഗിഫ്റ്റ്. ആ സമ്മാനം എന്നെ അതിശയിപ്പിച്ചു, സർപ്രൈസ്ഡ് ആക്കി എന്നാണ്. ദ പ്രസൻറ്റ് സർപ്രൈസ്ഡ് മീ. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആക്കി മാറ്റുമ്പോൾ അവിടെ വാസ് ഉപയോഗിക്കണം. ദ പ്രസൻറ്റ് സർപ്രൈസ്ഡ് മീ എന്നത് മാറ്റി നമുക്ക് ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ദ പ്രസൻറ്റ് എന്ന് പറയാം. ഐ വാസ് സർപ്രൈസ്ഡ്. ഐ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് വാസ് ആണ്. അപ്പോൾ ആ റൂൾ അപ്പോഴും നമ്മൾ തെറ്റിച്ചില്ല. ഐ ആയതുകൊണ്ട് വാസ് ഉപയോഗിച്ചു. ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ദ പ്രസൻറ്റ്. ഇനി ദ പ്രസൻറ്റ് സർപ്രൈസ്ഡ് അസ് എന്നാണെങ്കിൽ ആ പ്രസൻറ്റ്, ആ ഗിഫ്റ്റ്, ആ സമ്മാനം ഞങ്ങളെ അതിശയിപ്പിച്ചു എന്നാണെങ്കിൽ
അതിനെ നമുക്ക് പാസീവ് വോയിസ് ആക്കി മാറ്റുമ്പോൾ വി വേർ സർപ്രൈസ്ഡ് ബൈ ദ പ്രസൻറ്റ് എന്നാണ്. വി വേർ നോക്കൂ, വി ഐ സബ്ജക്റ്റ്, അപ്പോൾ വേർ, വി വേർ സർപ്രൈസ്ഡ് ബൈ ദ പ്രസൻറ്റ്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാസ് ആൻഡ് വേർ ഉപയോഗിക്കുമ്പോൾ വാസ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ്, വേർ ഉപയോഗിക്കേണ്ടത് ഏതെല്ലാം സബ്ജക്റ്റുകൾക്കാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അതൊരിക്കലും മറക്കാതിരിക്കുക. വാസ് ആൻഡ് വേർ ഉപയോഗിക്കുന്നത് ടു ബി എന്നതിൻ്റെ പാസ്റ്റ് ഫോമിലാണ്. പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ ഉപയോഗിക്കാം, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാം, പിന്നെ പാസീവ് ഫോം ഓഫ് പാസ്റ്റ് ടെൻസ്. ഇത് മറക്കാതെ, ഇതൊരു ബേസിക് ഗ്രാമർ റൂൾ ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക.